നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ എന്നെ അല്ലടി, ഞാൻ നിന്നെയാണ് ട്രാപ്പിലാക്കിയത്. നീ എന്ത് കരുതി ഞാൻ വെറും പോഴനാണെന്നാ? എടീ, നിന്റെ പെൺബുദ്ധി അല്ല എന്റേത്. നീ ആ പറഞ്ഞ കുറുക്കന്റെ ബുദ്ധിയാ. നീ എന്നെ അങ്ങ് ഭയപ്പെടുത്തി ബാങ്കിൽ വെച്ചേ. അതുള്ളതാ. കാര്യം പന്തിയല്ലെന്ന് മനസ്സിലാക്കിയപ്പോ ഞാനൊന്നും വഴങ്ങി തന്നു. നീ കരുതി ഞാൻ അങ്ങ് ഭയന്നിട്ടാണെന്നല്ലേ? ഒരിക്കലുമല്ല. തന്ത്രപൂർവം ഞാൻ പേടിച്ചോന്ന് നിന്നെ ഞാനൊന്ന് തോന്നിപ്പിച്ചതാ. അവിടെയും നീയല്ല, ഞാനാ സ്കോർ ചെയ്ത്. അഞ്ജലി, പരാജിതനായി മടങ്ങാനല്ല ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഈ കൃത്യത്തിന് കൂട്ടുനിൽക്കുന്ന. അതിന്റെ പിന്നിൽ വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, ശക്തമായ നടപടിക്രമങ്ങളുമുണ്ട്. എല്ലാം താനേ നീ മനസ്സിലാക്കിക്കോളും. ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിപ്പിക്കും. എന്തിനാ നിങ്ങൾ എല്ലാരും കൂടി വിക്കി ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ഉപദ്രവം ചെയ്തോ? അഞ്ജലി, നിന്റെ ഈ വിക്കിയുടെ ജീവനും ജീവിതവും ഇനി മുതൽ അങ്ങോട്ടെ നിന്റെ കയ്യിലാ. ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാ നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ലത്. ഇല്ലെങ്കിൽ അനുഭവിക്കും. രണ്ടാളും അനുഭവിക്കും. നീ എന്നെ ഒന്ന് ഭയപ്പെടുത്തിയത് നിന്റെ മൊബൈലിലാ വീഡിയോ കാട്ടിയിട്ടല്ലേ? കൈ കൊണ്ട് തമ്പ് ഇംപ്രസ് ചെയ്യുന്നതും ലോക്ക് ഓപ്പൺ ആവാതിരിക്കുന്നതും നീ ഫോണിൽ പകർത്തി. എന്നിട്ട് എന്നെ നീ അങ്ങ് ഭയപ്പെടുത്തി. നീയേ നിന്റെ ഫോണൊന്ന് നോക്കിയേ. നോക്ക് ആ വീഡിയോ. നോക്കഞ്ജലി. ഇല്ലല്ലേ? അത് കാണില്ല. നിന്റെ ഫോണിലെ ഞാനൊരു സൈബർ അറ്റാക്ക് നടത്തി എല്ലാം ഹാക്ക് ചെയ്തെടുത്തു. അഞ്ജലി, ഇനി നീ എന്ത് കിഴങ്ങ് കാട്ടി എന്നെ ഭയപ്പെടുത്തും? പറ. വിക്കി, ദേ നിൽക്കുന്നു നിന്റെ പ്രണയ പാരിജാതം. നിന്റെ മുന്നിൽ വെച്ച് ഈ പാരിജാത പൂവിന്റെ സുഗന്ധം ഞാൻ എന്റെ ആത്മാവിലേക്ക് ഒന്ന് ആവാഹിച്ചു. അവളൊന്നും ചെയ്യരുത്. അയ്യോ ഈശ്വര, ഈ കുട്ടി ഫോൺ എടുക്കുന്നില്ലല്ലോ. ഞാൻ അവളോടൊരു 100 തവണ പറഞ്ഞിട്ടുള്ളതാ മിക്കെ വിശ്വസിക്കരുതെന്ന്. അവളത് ചെവിക്കൊണ്ടില്ല. അവന്റെ കൂടെ കണ്ണും കാതും പൊത്തി അവളെ ഏത് അപകടത്തിലേക്കാ ചെന്ന് കയറി കൊടുത്തത് എന്റെ ഈശ്വരൻ. അവൻ അവളെ ഏത് പാതാളത്തിലേക്കാ കൊണ്ടുപോയതെന്ന് അറിയില്ലല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യാ? ഞാൻ ആരോടാ ഒന്ന് അന്വേഷിക്കുക? ദൈവമേ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി പോയല്ലോ ഞാൻ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും അപകടം പറ്റി കാണുമോ? ഇനി എന്താ ചെയ്യാ? വിളിക്കാൻ ദൈവമേ. ഹലോ. ആ ദൈവമേ. പറഞ്ഞോ യശോദേ, എന്താ പ്രത്യേകിച്ച്? അത് അഞ്ജലി എവിടെയുണ്ടോ? ഞാൻ കുറെ നേരമായി ഫോൺ വിളിച്ചിട്ട് അവളെ കിട്ടുന്നില്ല. അഞ്ജലി ഇവിടെ ഇല്ലല്ലോ. അവളും വിക്കിയും കൂടി എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുക. അഞ്ജലി വിക്കിയോടാണ് പോയിരിക്കുന്നത്? അതെ, എന്നോട് പാൽപ്പായസം ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് അവള് പോയത്. എന്തോ സർപ്രൈസ് ഉണ്ടെന്നാ പറഞ്ഞേ. ഹലോ യശോദേ, ഹലോ ഹലോ.
എന്താ ഒന്നും മിണ്ടാത്തെ? യശോദേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ ദൈവമേ, അവര് എവിടേക്കാ പോകുന്നെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. യശോദയുടെ സംസാരം കേട്ടിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഏയ് ഒന്നുമില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, യശോദ എന്തിനെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? കുറച്ചു നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. യശോദ എന്തോ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് പോലെ. സത്യം ദൈവമയോട് തുറന്നു പറയണോ? പറഞ്ഞാൽ ഇനി എന്തെങ്കിലും പുതിയ പ്രശ്നം ഉണ്ടാവോ? അല്ലെങ്കിൽ വേണ്ട, ഇന്നൊരു ദിവസത്തെ ടെൻഷൻ കൂടി മതിയല്ലോ. ഇന്ന് ഈ വിഷയത്തിൽ നെല്ലും പതിരും തിരിയുമല്ലോ. ഹലോ ഹലോ യശോദേ, എന്തു പറ്റി? ഒന്നുമില്ല. എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. യശോദേ, സത്യം എന്താണെന്ന് മറച്ചു വെക്കാതെ അത് എന്നോടെങ്കിലും ഒന്ന് പറയ. ഇല്ല ദേവമേ, ഒരു കുഴപ്പമില്ല. അതെ, അഞ്ജലി വന്ന ഉടനെ തന്നെ എന്നെ അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കാൻ പറയൂ. ഉറപ്പായിട്ട് ഞാൻ പറയാം. ശരി ദേവമേ. ആ, എന്നാ ഓക്കെ, ശരി. അയ്യോ, എന്റെ ഈശ്വര, എന്റെ മോൾക്കൊന്നും വരുത്തരുതേ, ഒരബദ്ധം വരുത്തരുത്. എല്ലാം പിടിക്കില്ല അഞ്ജലി. അഞ്ജലി മോളെ, സുന്ദരി, മനോഹരി, നിന്നെ പോലൊരു പെണ്ണിനെ ഭാര്യയാക്കാൻ ഏതൊരാണ് മോഹിക്കില്ലേ? എന്റെ മനോമോഹിനി. മോഹിച്ചു, ഞാനേ ഒരുപാട് അങ്ങ് മോഹിച്ചു. അപ്പോ കാര്യങ്ങൾ എങ്ങനെയാ? ഡീലിങ്സ് ഡീലിങ്സേ. നീ എങ്ങനെയാടി ഈ കിഴങ്ങന്റെ കൈ ബന്ധപ്പെട്ടെ? ഇനി മുതലേ നിന്റെ ഭർത്താവ് ഉദ്യോഗം കൂടി ഞാൻ അങ്ങ് ഏറ്റെടുക്കുക. എങ്ങനെ? സൗകര്യപ്പെടുവോ? സൗകര്യപ്പെടുവോന്ന്? പ്ലീസ്, എന്നെ ഉപദ്രവിക്കരുത്. എന്റെ വിക്കിയെ ഉപദ്രവിക്കരുത്. എന്നെ വേണമെങ്കിൽ കൊന്നോ, എന്നിട്ട് എന്റെ വിക്കിയെ വെറുതെ വിട് പ്ലീസ്. ഇടി, ആർക്ക് വേണോടി അവനെ? നിന്നെ 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 മതി എനിക്ക്. ഇനി നീ ഈ ഡ്യൂപ്ലിക്കേറ്റ് വിക്കിയുടേതാണ്. എന്താ വേണ്ടത് നിങ്ങൾക്ക്? സ്വത്താണോ അതോ പണമാണോ? എന്താണെങ്കിലും പറയും, ഞാൻ തരാം. ഞങ്ങളെ ഒന്ന് വെറുതെ വിട്.